ഗണപതിക്കു മുന്നിൽ ഏത്തമിടുന്നതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ മഹാവിഷ്ണു ശിവകുടുംബത്തെ വൈകുണ്ഠത്തിലേക്കു ക്ഷണിച്ചു. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗണപതി ഭഗവാൻ വൈകുണ്ഠത്തിലൂടെ ചുറ്റിപ്പറ്റി നടന്നു. ഈ സമയത്തു ഭഗവാന്റെ സുദർശനചക്രം കാണാനിടയായി. എന്തു കണ്ടാലും വായിലിടുന്ന ഉണ്ണിഗണപതി ചക്രായുധം വായിലിട്ടു. വിഴുങ്ങാൻ ബുദ്ധിമുട്ടു തോന്നിയതുകൊണ്ട് വായിൽ തന്നെ വച്ചു കളിച്ചുകൊണ്ടിരുന്നു. ചക്രായുധം തിരഞ്ഞ വിഷ്ണുവിന് വാപ്പൂട്ടി കള്ളത്തരത്തിൽ നിൽക്കുന്ന ഗണപതിയെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. ഭയപ്പെടുത്തിയാല് പേടിച്ചു വിഴുങ്ങിയാലോ എന്നു കരുതി ചിരിപ്പിക്കാന് ഭഗവാന് ഗണപതിയുടെ മുന്നിൽ നിന്ന് ഏത്തമിട്ടു കാണിച്ചു. വിഷ്ണു ഏത്തമിടുന്നതു കണ്ടപ്പോൾ ഗണപതി കുടുകുടി ചിരിച്ചു. ആ സമയത്തു ചക്രായുധം നിലത്തു വീണു ആപത്തൊഴിഞ്ഞു. ഗണപതി ഭഗവാനെ സന്തോഷിപ്പിച്ച് വിഘ്നങ്ങളെ നീക്കാനുള്ള ഉത്തമ മാർഗമായാണ് ഭക്തർ ഏത്തമിടലിനെ കരുതുന്നത്. ഏത്തമിടൽ കൊണ്ട് ശാരീരികമായി വളരെയധികം ഗുണങ്ങളുണ്ട്. ശാസ്ത്രീയമായി ഏത്തമിടൽ ബുദ്ധിയുണർത്തുന്ന ഒരു വ്യായാമമാണ്. ഈ വ്യായാമ മുറയിലൂടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിച്ച് ബുദ്ധിക്കുണർവുണ്ടാകുന്നു. കുറഞ്ഞത് 3 തവണയെങ്കിലും ഏത്തമിടണം. 12 തവണ ഏത്തമിടുന്നതാണ്